നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാലമാമ, അമ്മായിയും അരവിന്ദേട്ടനും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. വെറുതെ ഇവരെ പഴിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ എന്തിനാ? വീണ്ടും നഷ്ടപ്പെടുന്നത് ഈ വീടിന്റെ സമാധാനമല്ലേ? സ്വന്തം ഭാര്യയ്ക്കും മകനും എതിരെ കേസിന് നടക്കുന്ന ആളാണെന്ന് വരെ പറഞ്ഞു പരത്തുന്ന ആളുകളും ഉണ്ടാവും ഈ നാട്ടില്. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും അഭിമാനവും ബാലമാമയെ വലുത്. പ്ലീസ്, ഇനി ഒരു പരാതിയും കൊടുക്കണ്ട. തെറ്റ് ചെയ്തവരെ കാലം പുറത്തു കൊണ്ടുവരും, ശിക്ഷയും കിട്ടും. ബാല, ചാരുമോള് പറഞ്ഞത് ശരിയാ. ഇനി പരാതിയൊന്നും കൊടുക്കണ്ട. ഹേമ കേട്ടല്ലോ ചാരുമോള് പറഞ്ഞത്. മോൾക്ക് ഈ വീടിന്റെയും ഇവിടെ ഉള്ളവരുടെയും സമാധാനമാണ് വലുത്. ചാരുമോളിന്റെ മനസ്സ് കുത്തി നോക്കിയാൽ നേരം വെളുക്കുമ്പോൾ തുടങ്ങല്ലോ നിന്റെ അമ്മായിമ്മ പോര്. നിന്നൊക്കെ തൽക്കാലത്തേക്ക് രക്ഷിച്ചത് എന്റെ ചാരുമോളാ. ദൈവം നമ്മുടെ കൂടാടാ. കേസന്വേഷണം വന്നാലേ ഞാനും നീയും ശ്രേയം പെട്ടുപോയനെ. അവള് തന്നെ അടുത്തടി കൊടുക്കാനുള്ള അവസരം നമുക്ക് തന്നിരിക്കാം. ഹലോ ആന്റി. ആ ശ്രേയ, ദൈവം നമ്മുടെ കൂടെയാ. എന്താ ആന്റി? കേസിന് പോകാതെ മാഷിനെ എങ്ങനെ പിന്തിരിപ്പിക്കണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നല്ലോ നമ്മള്. അതെ, കേസൊന്നും വേണ്ടാന്ന് ചാരു തന്നെ മാഷിനോട് പറഞ്ഞു. ആണോ? ആ, ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണേ. അതെ, ആരെങ്കിലും വരും, ഞാൻ വെക്കുവാണേ. ആ, ചാരു മാഷിനോട് അങ്ങനെ പറയണമെങ്കിൽ അവള് മനസ്സിൽ മറ്റെന്തോ കണ്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് മേഡം ഒന്ന് ശ്രേയാ മേഡത്തെ കാണാനാണെങ്കിൽ ഞാൻ മേഡത്തോട് പറയാം. അല്ല, ഇത് ആര്? മിസ്സസ് ആകാശോ? ഭർത്താവിനെ കണ്ടുകിട്ടിയ സന്തോഷത്തില് നാട് ചുറ്റാൻ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ഇപ്പതാ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്തു പറ്റി? മാഡത്തെ കാണാൻ വന്നതല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? വെറുതെ വെക്കാതെ ശ്രേയ, ഞാൻ വന്നത് എന്തിനാണെന്ന് വൈകാതെ അറിയാം. ശ്രേയ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലേ? എപ്പോഴും അത് പറഞ്ഞ് ബോറടിപ്പിക്കണോ? എന്നാലും ഒരു കാര്യം പറയാം. ഭർത്താവിന് വേണ്ടി കൈയെല്ലാം പൊള്ളിച്ച് പ്രാർത്ഥിച്ച് ആകാശിനെ തിരികെ കൊണ്ടുവന്നല്ലേ? എന്റെ അക്കുച്ചേട്ടനെ എനിക്ക് തിരികെ തന്നത് ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങൾ തന്നെ. അതിലൊരു സംശയം വേണ്ട ശ്രേയ. എന്റെ അക്കുച്ചേട്ടനെ കടത്തിക്കൊണ്ടുപോയത് ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. എന്താ മാഡം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്?
എന്ത്? നിന്റെ അക്കുച്ചേട്ടനെ കടത്തിക്കൊണ്ടുപോയവരെ കണ്ടുപിടിച്ചെന്നോ? ഇങ്ങനെ ചോദിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇതെന്താ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നേ മാഡം? ഓക്കെ, നിന്റെ ആഗ്രഹമല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. നിന്റെ അക്കുച്ചേട്ടനെ കടത്തിക്കൊണ്ടുപോയവരെ കണ്ടുപിടിച്ചോ? മാഡം, മാഡം വലിയ ഡിഗ്രിക്കുള്ള ആളല്ലേ, നിങ്ങൾക്കറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ലോകത്ത് പെർഫെക്റ്റ് ക്രൈം എന്നൊന്നില്ല മാഡം. 1000 10,000 അതിനപ്പുറോ ചിന്തിച്ച് ആലോചിച്ച് ഒരു ക്രൈം പ്ലാൻ ചെയ്താലും ഒരു മിസ്റ്റേക്കെങ്കിലും ഉണ്ടാവും. ആ മിസ്റ്റേക്ക് ആയിരിക്കും ആ കള്ളങ്ങളെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് താഴെ വീഴാൻ കാരണമാവുന്നേ. ആ ഒരു മിസ്റ്റേക്കാ മാഡത്തിനും ഇപ്പൊ പറ്റിയിരിക്കുന്നേ. നീ എന്താ പറഞ്ഞു വരുന്നേ? ക്ഷമയോടെ കേൾക്കും മാഡം. എന്റെ അക്കുച്ചേട്ടനെ കടത്തിക്കൊണ്ടുപോയത് നീയാ. രാത്രി മുഴുവൻ അക്കുച്ചേട്ടനെ നിന്റെ വീട്ടിൽ മയക്കിക്കെടുത്തി. രാവിലെ ആയപ്പോ പെട്ടിയിലാക്കി എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. നിന്റെ ബുദ്ധി കൊള്ളാം ശ്രേയ. പക്ഷേ അത് അതിബുദ്ധിയായിപ്പോയി. അടിതെറ്റി ആനയും വീഴും. ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാൻ ശ്രേയ വിട്ടുപോയി. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? എന്റെ ഓഫീസിൽ വന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ. എന്ന് വെച്ചാ അക്കുച്ചേട്ടനെ കടത്തിക്കൊണ്ടുപോയത് ശ്രേയ മാഡം ആണെന്ന് സമ്മതിക്കില്ല എന്നാണോ? ആകാശനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? കൊള്ളാലോ, നിനക്ക് പൊളിറ്റിക്സിലൊരു കൈ നോക്കാം. അതാവുമ്പോ തോന്നിയതെല്ലാം വിളിച്ച് പറയാലോ. ചിരിക്കും മാഡം, ചിരിക്കാവുന്ന അത്രയും അങ്ങ് ചിരിക്കേ. ഇന്നത്തോടെ നിന്റെ മുഖത്തെ ചിരിയങ്ങ് മായാൻ പോവാ. ജസ്റ്റ് ടൈം വെയിറ്റ് ചെയ്താൽ മതി, എല്ലാം കീഴ്മേൽ മറിയാൻ. നീ എന്നെ ത്രട്ടൺ ചെയ്യാണോ? മാഡം മനസ്സിലാക്കി കളഞ്ഞല്ലോ. നീ ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് പോയില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ വലിച്ചഴിച്ച് പുറത്തിറക്കും ഞാൻ. ഇറങ്ങി പോടി. മാഡം, നിനക്കെന്നെ പുറത്താക്കാം. അതിനു മുൻപ് ഞാൻ നിന്നെ അഴിക്കുള്ളിലാക്കും. നീ പറയുന്ന ഫിക്ഷൻ ഉണ്ടല്ലോ, അത് ആര് വിശ്വസിക്കാനാ? പോലീസോ? എടി, പോലീസിന് ആവശ്യം തെളിവാ, എവിഡൻസ്. അത്രയ്ക്ക് വിവരമില്ലേ നിനക്ക്? വിവരമില്ലാതെ സംസാരിക്കുന്നത് ഇപ്പൊ മാഡം.